എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ CA IAB പരീക്ഷയുടെ ABM പേപ്പറിന് വേണ്ടി തയ്യാറെടുക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ്. നമ്മളിന്ന് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, അതായത് HRDയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ നമുക്ക് വേഗത്തിലൊന്ന് നോക്കിപ്പോകാം. റെഡിയല്ലേ? അപ്പോൾ നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ബാങ്കിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്തായിരിക്കും? പണമോ അതോ ടെക്നോളജിയോ? അല്ല, അതിനൊക്കെ അപ്പുറം അവിടുത്തെ ജീവനക്കാരാണ്, അല്ലേ? അതെ, എ ബാങ്ക്സ് മോസ്റ്റ് വാല്യുബിൾ അസെറ്റ്. അപ്പോൾ അവിടെയാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ പ്രസക്തി വരുന്നത്. ഈയൊരു സെഷനിൽ നമ്മൾ പ്രധാനമായും 5 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന് നോക്കാം. പിന്നെ ജോബ് റോൾസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് കഴിഞ്ഞ് മുതിർന്നവർ ശരിക്കും എങ്ങനെയാണ് പഠിക്കുന്നത്? അവസാനം എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ദ പവർ ഓഫ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ശരി, നമ്മുടെ ആദ്യത്തെ ഭാഗം വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ്? ഒരു സ്ഥാപനത്തിന്റെ കഴിവുകൾ ഓരോ ജീവനക്കാരനിലൂടെയും എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഈ ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ HRD എന്ന് പറഞ്ഞാൽ? ഇതൊരു ദിവസം കൊണ്ട് തീരുന്ന കാര്യമല്ല, ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു സ്ഥാപനത്തിന് അതിൻ്റെ ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ എന്തു വേണം? അവിടുത്തെ ജീവനക്കാരുടെ കഴിവുകൾ വളർത്തണം, ടീമുകളുടെ കഴിവുകൾ വളർത്തണം, എന്തിന് മൊത്തത്തിൽ ആ സ്ഥാപനം തന്നെ വളരണം. ഈയൊരു തുടർ പ്രക്രിയയാണ് നമ്മൾ HRD എന്ന് വിളിക്കുന്നത്. സിമ്പിളല്ലേ? HRDയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പലരും വിചാരിക്കുന്ന പോലെ ഇത് വെറുമൊരു ട്രെയിനിംഗ് പ്രോഗ്രാം മാത്രമല്ല, ഇത് അതിലും വലുതാണ്. നോക്കൂ, ഓരോ ജീവനക്കാരൻ്റെയും കഴിവുകൾ ഡെവലപ്പ് ചെയ്യണം. അവരെ ഇപ്പോഴത്തെ ജോലിക്ക് മാത്രമല്ല, ഭാവിയിലെ റോളുകൾക്കും തയ്യാറാക്കണം. നല്ലൊരു സൂപ്പർവൈസർ എംപ്ലോയി ബന്ധമുണ്ടാക്കിയെടുക്കണം. ടീം സ്പിരിറ്റ് വളർത്തണം. ഇതെല്ലാം ചേരുമ്പോൾ എന്ത് സംഭവിക്കും? ആ സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള ഹെൽത്ത്, അതായത് അതിൻ്റെ പ്രവർത്തനം തന്നെ മെച്ചപ്പെടും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം. അണ്ടർസ്റ്റാൻഡിംഗ് ജോബ് റോൾസ്. ഒരു സ്ഥാപനത്തിൽ ആരാണ് എന്ത് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നിർവചിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള 2 കാര്യങ്ങളാണ്: ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വളരെ സിമ്പിളാണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ജോലിയിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു, ദ വാട്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു കാഷ്യറുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്ന് ലിസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ജോബ് സ്പെസിഫിക്കേഷൻ പറയുന്നത് ആരാണ് ആ ജോലിക്ക് വേണ്ടത് എന്നാണ്, ദ ഹൂ. അതായത് ആ കാഷ്യർക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത, സ്കിൽസ്, എക്സ്പീരിയൻസ്, ഇതൊക്കെയാണ് സ്പെസിഫിക്കേഷനിൽ വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇതാ ഈ 4 വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ടാസ്ക്, ജോബ്, പൊസിഷൻ, പിന്നെ റോൾ. കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നുമെങ്കിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഒരു ചെക്ക് പ്രോസസ് ചെയ്യുന്നത് ഒരു ടാസ്ക്കാണ്, ഒരു ചെറിയ ജോലി. അങ്ങനെയുള്ള കുറേ ടാസ്കുകൾ ചേരുമ്പോഴാണ് അതൊരു ജോബ് ആകുന്നത്. ഉദാഹരണത്തിന് ഒരു കാഷ്യറുടെ ജോലി. ഇനി ഒരു കിട്ടിയ ബ്രാഞ്ചിലെ ക്ലാർക്ക് എന്ന് പറയുന്നതൊരു പൊസിഷനാണ്, ഒരു പൊസിഷൻ. എന്നാൽ റോൾ കുറച്ചുകൂടി വലുതാണ്. ഒരു ബ്രാഞ്ച് മാനേജറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പെരുമാറ്റ രീതിയിലെ ആ ഒരു ഉത്തരവാദിത്തബോധം, അതാണ് അദ്ദേഹത്തിൻ്റെ റോൾ. അടുത്തത് മൂന്നാമത്തെ ഭാഗം, ട്രെയിനിംഗ് വേഴ്സസ് ഡെവലപ്മെന്റ്. ഷോർട്ട് ടേം സ്കിൽസും ലോങ് ടേം ഗ്രോത്തും തമ്മിലുള്ള ഒരു താരതമ്യം. എന്താണ് വ്യത്യാസം എന്ന് നോക്കാം. എന്താണ് ട്രെയിനിംഗ്, എന്താണ് ഡെവലപ്മെന്റ്? നമ്മളെപ്പോഴും ഒരുമിച്ച് ഉപയോഗിക്കുന്ന വാക്കുകളാണ്, അല്ലേ? പക്ഷേ വ്യത്യാസമുണ്ട്. ട്രെയിനിംഗ് എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ജോലി നന്നായി ചെയ്യാൻ പഠിപ്പിക്കുന്നതാണ്, പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ. എന്നാൽ ഡെവലപ്മെന്റ് കുറച്ചുകൂടി വിശാലമാണ്. അത് ദീർഘകാലത്തേക്കുള്ളതാണ്. ഒരു വ്യക്തിയുടെ കരിയർ ഗ്രോത്തിനെക്കുറിച്ചും സ്ഥാപനത്തിന്റെ ഭാവിയെക്കുറിച്ചുമൊക്കെയാണ് അവിടെ ചിന്തിക്കുന്നത്. സോ ട്രെയിനിംഗ് ഫോർ നൗ, ഡെവലപ്മെന്റ് ഫോർ ഫ്യൂച്ചർ, അങ്ങനെ ഓർത്തുവെച്ചാൽ മതി. സാധാരണയായി ബാങ്കുകളൊക്കെ ഒരു സിസ്റ്റമാറ്റിക് രീതിയിലാണ് ട്രെയിനിംഗ് കൊടുക്കുന്നത്. ഇതിനെയാണ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു ട്രെയിനിംഗ് അഥവാ SAT എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്റ്റെപ്പുകൾ ഓർത്തുവെക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ്, ട്രെയിനിംഗ് നീഡ് അനാലിസിസ്, അതായത് ആർക്കാണ് എന്തിനാണ് ട്രെയിനിംഗ് വേണ്ടത് എന്ന് കണ്ടെത്തുന്നു. 2, അതിനനുസരിച്ചൊരു ട്രെയിനിംഗ് പ്ലാൻ തയ്യാറാക്കുന്നു. 3, ട്രെയിനിംഗ് നടത്തുന്നു. 4, ആ ട്രെയിനിംഗ് എത്രത്തോളം ഫലപ്രദമായിരുന്നു എന്ന് വിലയിരുത്തുന്നു, ഇവാലുവേഷൻ. 5ാമത്തെ സ്റ്റെപ്പ്, നല്ല ട്രെയിനേഴ്സിനെ കണ്ടെത്തുകയും അവരെയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇതൊരു സർക്കിൾ പോലെ പോകുന്ന പ്രോസസ്സാണ്. ഓക്കെ, നമ്മൾ ട്രെയിനിങ്ങിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഈ ട്രെയിനിങ് കൊടുക്കുമ്പോൾ മുതിർന്നവരെങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത് എന്നറിയണ്ടേ? അതാണ് നമ്മുടെ 4ാമത്തെ ഭാഗം, ഹൗ അഡൾട്ട്സ് ആക്ച്വലി ലേൺ. ഇതിൻ്റെ സൈക്കോളജി മനസ്സിലാക്കിയാൽ മാത്രമേ ട്രെയിനിങ് എഫക്റ്റീവ് ആവുകയുള്ളൂ. ആദ്യത്തെ ലേണിംഗ് തിയറിയാണ് മെക്കാനിസ്റ്റിക് അല്ലെങ്കിൽ ബിഹേവിയറിസ്റ്റ് തിയറി. ഇവിടെ പഠിക്കുന്നയാൾ ഒരു പാസീവ് ലേണറാണ്. അതായത് ഒരു സ്റ്റിമുലസിന് ഒരു റെസ്പോൺസ് എന്ന രീതിയിൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഒരു കാര്യം കാണുമ്പോൾ ഇന്ന രീതിയിൽ പ്രതികരിക്കണം എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു പഠിപ്പിക്കുന്നത് പോലെ.
സിസ്റ്റത്തിൽ ഒരു എറർ വന്നാൽ ഉടനെ ഈ ബട്ടൺ പ്രസ് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നത് ഇത് നല്ലൊരു ഉദാഹരണമാണ്. എന്നാൽ രണ്ടാമത്തെ തിയറി, കോഗ്നിറ്റീവ് തിയറി, കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഇവിടെ പഠിതാവ് ഒരു ക്രിട്ടിക്കൽ തിങ്കറാണ്. വെറുതെ ബൈഹാർട്ടാക്കുകയല്ല, പകരം കാര്യങ്ങൾ എന്തിന്, എങ്ങനെയെന്ന് മനസ്സിലാക്കി പഠിക്കുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തലച്ചോറിനെ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നു. ഒരു പുതിയ സോഫ്റ്റ്വെയർ പഠിക്കുമ്പോൾ അതിലെ ഓരോ ബട്ടണും എന്തിനാണെന്ന് മനസ്സിലാക്കി പഠിക്കുന്നതുപോലെ. ഇനി മൂന്നാമത്തെ തിയറി ഹ്യൂമാനിസ്റ്റിക് അല്ലെങ്കിൽ ഓർഗാനിസ്മിക് തിയറി. ഇവിടെ പഠിക്കുന്ന ആൾക്ക് സ്വാതന്ത്ര്യം വേണം. പഠിക്കുന്ന കാര്യം തനിക്ക് വ്യക്തിപരമായി എങ്ങനെ ഉപകാരപ്പെടും, തന്റെ വളർച്ചയ്ക്ക് അതെങ്ങനെ സഹായിക്കും എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ശരിക്കുള്ള പഠനം നടക്കുന്നത്. അതായത് ആ പഠനത്തിന് ഒരു റെലവൻസ് വേണം. അപ്പോ ഈ തിയറികളിൽ നിന്നെല്ലാം നമുക്കെന്തു മനസ്സിലാക്കാം? ഒരു പഠനം ഇഫക്റ്റീവ് ആകണമെങ്കിൽ ചില കാര്യങ്ങൾ അത്യാവശ്യമാണ്. ഒന്നാമതായി, പഠിക്കുന്നയാൾക്ക് ഒരു മോട്ടിവേഷൻ വേണം. 2, ചെയ്യുന്ന കാര്യങ്ങളിൽ ഫീഡ്ബാക്ക് കിട്ടണം. 3, നല്ല പെർഫോമൻസിനൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, ഒരു പ്രോത്സാഹനം കിട്ടണം. 4, പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. പിന്നെ ഏറ്റവും പ്രധാനം, പഠിച്ച കാര്യം ജോലിസ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റണം. ട്രാൻസ്ഫറബിൾ സ്കില്ലായിരിക്കണം. ശരി, നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗം, ദ പവർ ഓഫ് ആറ്റിറ്റ്യൂഡ്. നമ്മുടെ പെർഫോമൻസിനെ നിയന്ത്രിക്കുന്ന ആ ഒരു ഇന്റേണൽ ഫാക്ടർ. എന്താണ് ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? സിമ്പിളായി പറഞ്ഞാൽ, ഒരു കാര്യത്തോടോ ഒരാളോടോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തോടോ നമുക്കുള്ളൊരു സ്ഥിരമായ പെരുമാറ്റ രീതി, ആ ഒരു പേഴ്സിസ്റ്റന്റ് ടെൻഡൻസി, അതാണ് ആറ്റിറ്റ്യൂഡ്. ഒരു ആറ്റിറ്റ്യൂഡിന് പ്രധാനമായും 3 ഘടകങ്ങളുണ്ടെന്നാണ് പറയുന്നത്. 1, ഇമോഷണൽ കോമ്പണന്റ്, അതായത് നമ്മുടെ ഫീലിംഗ്സ്. 2, ഇൻഫർമേഷണൽ കോമ്പണന്റ്, നമ്മുടെ അറിവും വിശ്വാസങ്ങളും. 3, ബിഹേവിയറൽ കോമ്പണന്റ്, നമ്മുടെ പെരുമാറാനുള്ള ഒരു പ്രവണത. ഈ വികാരങ്ങളും വിശ്വാസങ്ങളും പെരുമാറ്റവും, ഈ 3ഉം ചേർന്നാണ് ഒരാളുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നത്. നമ്മുടെ ആറ്റിറ്റ്യൂഡിന് 4 പ്രധാന ഫംഗ്ഷനുകളുണ്ട്. 1, അഡ്ജസ്റ്റ്മെന്റ് ഫംഗ്ഷൻ, അതായത് പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ സഹായിക്കുന്നു. 2, ഈഗോ ഡിഫെൻസീവ് ഫംഗ്ഷൻ, നമ്മുടെ സെൽഫ് ഇമേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ചിലപ്പോൾ തെറ്റ് പറ്റുമ്പോൾ നമ്മളെ ന്യായീകരിക്കുന്നത് ഇതുകൊണ്ടാണ്. 3, വാല്യൂ എക്സ്പ്രഷൻ ഫംഗ്ഷൻ, നമ്മുടെ മൂല്യങ്ങൾ, നമ്മുടെ വാല്യൂസ് പ്രകടിപ്പിക്കാൻ ഇതൊരു മാർഗമാണ്. 4, നോളജ് ഫംഗ്ഷൻ, ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കാനും ചിട്ടപ്പെടുത്താനും നമ്മുടെ ആറ്റിറ്റ്യൂഡ് സഹായിക്കുന്നു. അപ്പോൾ ഒരു ചോദ്യം വരാം, ഒരാളുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് മാറ്റാൻ പറ്റുമോ? പറ്റും. അതിന് ചില വഴികളുണ്ട്. അവർക്ക് പുതിയതും വിശ്വസിക്കാൻ പറ്റുന്നതുമായ വിവരങ്ങൾ കൊടുക്കുക. അല്ലെങ്കിൽ അവരുടെ സഹപ്രവർത്തകരുടെയോ നല്ല അഭിപ്രായമുള്ളവരുടെയോ സ്വാധീനം ഉപയോഗിക്കുക. പിന്നെ അവരുടെ മനോഭാവവും പെരുമാറ്റവും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സഹായിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വഴിയാണ് കോ-ഓപ്റ്റിംഗ്, അതായത് പ്രശ്നമുള്ളവരെ തന്നെ ആ പ്രശ്നം പരിഹരിക്കാനുള്ള പ്രോസസ്സിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ അവരുടെ മനോഭാവത്തിലും മാറ്റം വരും. അപ്പോൾ നമ്മളിന്ന് HRDയുടെ വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങളിലൂടെ കടന്നുപോയി. ഇനി നിങ്ങൾക്കുള്ള ഒരു ചോദ്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ ചർച്ച ചെയ്ത ഈ ടൂളുകളിൽ ഏതാണ് നിങ്ങളുടെ സ്വന്തം കരിയർ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത്? ട്രെയിനിംഗ് ആണോ, ഡെവലപ്മെന്റിൽ ഫോക്കസ് ചെയ്യാനാണോ, അതോ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്താനാണോ? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ CAIIB പരീക്ഷയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. നന്നായി പഠിക്കുക, വിജയിക്കുക.